ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് ബോർഡ് ഉറപ്പിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ മെറ്റൽ ബോക്സ് അല്ലെങ്കിൽ ഏത് ബോക്സ് ആണോ, എസ്എസിൻ്റെ ബോക്സ് ആണെങ്കിലും നമ്മൾ ഉറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ പ്ലാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത്, തേക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഫിനിഷിങ് കഴിയുമ്പോൾ നമ്മുടെ വീട് നീറ്റായിട്ടിരിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഇത് നമ്മൾ കണ്ടോ, അത്രയും പ്രൊജക്ഷൻ ഇട്ടതിന് ശേഷം ഒരു തേപ്പ് കനം കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ബോക്സ് നമ്മൾ ഉറപ്പിക്കേണ്ടത്. വയറിങ്ങിൻ്റെ സമയത്ത് ഒരു ചെറിയ പ്രൊജക്ഷൻ, അതായത് ഒരു 2 mm അല്ലെങ്കിൽ 3, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 mm വരാവുന്ന രീതിയിൽ പുറത്തേക്ക് ഇട്ടേക്കണം. അതിനുശേഷമാണ് തൂക്കിട്ട് അവർ തേക്കുന്ന സമയത്ത് നമുക്ക് ആ ബോക്സ് നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ, ഇത് കറക്റ്റായിട്ട് തേച്ചിട്ടുണ്ട്. അതായത് സിമ്പിളായിട്ട് തേക്കുന്നത് എങ്ങനെ തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോക്സിൻ്റെ സെയിം ലെവലിൽ തന്നെ വേണം കറക്റ്റായിട്ട് തേച്ച് പുറത്തേക്ക് വരണം. ഇത് ഇങ്ങനെ തേച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡുകൾ, അതായത് മോഡുലാർ ടൈപ്പ്, ഇപ്പോൾ വരുന്നതെല്ലാം തന്നെ മോഡുലാർ ടൈപ്പ് പ്ലേറ്റുകളാണ്. ഈ മോഡുലാർ ടൈപ്പ് പ്ലേറ്റുകൾ എന്ന് വെച്ചാൽ കറക്റ്റായിരിക്കും, അതായത് ആ ബോക്സിന് കറക്റ്റായിട്ടായിരിക്കും വരുന്നത്. ഒട്ടും തന്നെ പ്രൊജക്ഷൻ പുറത്തേക്ക് ഉണ്ടാവില്ല. 1-2 mm മാത്രമേ കറക്റ്റ് പ്രൊജക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ടല്ല തേക്കുന്നെങ്കിൽ ഈ വിടുന്ന മോഡുലാർ പ്ലേറ്റുകൾ കംപ്ലീറ്റ് ഭിത്തിയുടെ ഉള്ളിലേക്ക് കയറിപ്പോവും. അതായത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ബോക്സിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. പിന്നെ വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ വിടവായിരിക്കും. ഈ വിടവെല്ലാം തന്നെ അതെല്ലാം വരുന്നത് ഫിനിഷിങ് സ്റ്റേജിലാണ് വരുന്നത്. ഈ ഫിനിഷിങ് സ്റ്റേജിലാണ് വിടവ് വരുന്നത്. അത് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പിന്നീട് അവിടെ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ഈ സ്വിച്ച് ബോർഡ് വരുന്ന ഏരിയയിൽ വേറെ ടൈപ്പൊക്കെ പെയിൻ്റ് ആയിരിക്കും. ഇതെല്ലാം തന്നെ കണ്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ആ സൈഡിൽ വരുന്ന ഗ്രൂസ് കണ്ടോ, ഇത് കറക്റ്റല്ല അവർ തേച്ചിട്ടിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവശം കറക്റ്റല്ല. കണ്ടോ, അടിവശം അവർ കർവ് ചെയ്തേക്കാണ്. അത് ജസ്റ്റ് കണ്ടോ, അതൊന്നും കറക്റ്റല്ല. കറക്റ്റായിട്ട് കണ്ടോ, അത്രയും ഭാഗം പൊളിഞ്ഞു പോയിരിക്കുന്നു. ഇത് അവസാനം ഫിനിഷിങ് സ്റ്റേജിലാണ് ഇത് കാണിക്കുന്നത്. ഫിനിഷിങ് സ്റ്റേജിലായതുകൊണ്ട് പിന്നീട് അവിടെ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങൾ പുട്ടിയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ പ്ലേറ്റ്, അതായത് മോഡുലാർ ടൈപ്പിൻ്റെ ആ പ്ലേറ്റ് നമ്മൾ അഴിച്ചെടുക്കുന്ന സമയത്ത് ആ പൊട്ടി ഉൾപ്പെടെ പൊളിഞ്ഞു പോരുകയും പിന്നീട് നമ്മൾ വീണ്ടും ആ പ്ലേറ്റ് അടയ്ക്കുന്ന സമയത്ത് ഒരു സ്വിച്ച് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി നമ്മൾ ഊരി മാറ്റുന്ന സമയത്ത് ആ പ്ലേറ്റ് ഉൾപ്പെടെ പുറത്തേക്ക് വരികയും പിന്നീട് നമ്മളത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് അത്രയും സ്ഥലം അടന്നു പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ബോക്സ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ ലെവലിൽ തന്നെ പുറത്തേക്ക് തേക്കണം. കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു കർവ് ലെവലിൽ അവർ തേച്ചിട്ടിരിക്കുകയാണ്. പണ്ടത്തെ ഹൈലം ഷീറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ശരിയാണ്, നമ്മൾ ഒരുപാട് പ്രൊജക്ഷൻ ഉണ്ടാവും. ഇതൊട്ടും പ്രൊജക്ഷൻ ഇല്ലാത്ത രീതിയിലാണ്. ലെഗ്രാൻഡൊക്കെ ആണെങ്കിൽ കറക്റ്റ് ബോക്സാണ്. ലെഗ്രാൻഡിൻ്റെ പ്ലേറ്റ് വരുന്നത്, അതായത് മോഡുലാർ ടൈപ്പ് പ്ലേറ്റ് വരുന്നത് ആ ബോക്സിൻ്റെ കറക്റ്റായിരിക്കും വരുന്നത്. ഒട്ടും തന്നെ പ്രൊജക്ഷൻ പുറത്തേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രൂ ചെയ്തിരിക്കുന്ന സ്ഥലം എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്ലേറ്റ് ഉള്ളിലേക്ക് കയറിപ്പോകും. ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്ന പ്ലേറ്റ് അതിൽ കറക്റ്റായിട്ട് സൂട്ടാവാതെ വരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അതായത് തേക്കുന്ന സമയത്ത്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ സമയത്ത് നമ്മൾ തേക്കുന്ന ആളുകളോട് കറക്റ്റായിട്ട് പറയണം, ആ ബോക്സ് കറക്റ്റ് ചെയ്ത് തേച്ച് ക്ലിയർ ചെയ്തിടണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനിഷിങ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഇരിക്കുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ പ്ലേറ്റ് വരുന്നത് ഏറ്റവും അവസാനത്തെ ഫിനിഷിങ് സ്റ്റേജിലാണ്. ഈ ഫിനിഷിങ് സ്റ്റേജിലാണ് അതിൻ്റെ ആ ഡ്രോബാക്സ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ പിന്നീടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.